ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഞാനിന്ന് ആക്കാൻ ഉദ്ദേശിക്കുന്നത് റാഗി റൊട്ടിയാണ്. ഇത് കർണാടകത്തിലെ ഫേമസ് ആയ ഒരു ഫുഡാണ് റാഗി റൊട്ടി. ഇതിപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നമുക്ക് റാഗി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 2 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. സോ ഈ ഗോതമ്പ് എന്തിനാണ് ഇതിൽ ചേർക്കുന്നത് വെച്ചാൽ, നമുക്ക് കുഴയ്ക്കുമ്പോൾ ആ ഒരു ഗോതമ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് പാങ്ങിൽ കുഴച്ച് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഗോതമ്പ് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ ഞാനൊരു കഷ്ണം ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മുളക് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട കുറച്ച് ഉപ്പ്, നമുക്ക് എത്ര വേണം പാകത്തിന് ആ ഉപ്പും പിന്നെ ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കുഴക്കേണ്ടത്. 2 കപ്പ് ഞാനിതിലേക്ക് റാഗി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് മാവ് ചേർത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. നല്ലതൊന്ന് മിക്സ് ആവട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ട ഉപ്പ്, നമുക്ക് അറിയാമല്ലോ എത്ര ഒരു 2 കപ്പിന് എത്ര വേണമെന്ന്. അതിന് ഞാനൊരു ഇവിടെ ഒരു സ്പൂൺ 1.5 സ്പൂൺ ഉപ്പിടുകയാണ്. ഉപ്പിട്ടിട്ടൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. കയ്യിൽ മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ഇതൊന്ന് നല്ലൊരു മഴത്തിൽ വരാൻ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കയ്യിൽ. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാതെ, കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുന്നത് നല്ലത്. ഇതൊന്ന് നല്ലൊന്ന് കുഴച്ച് നമുക്കൊരു ഇപ്പം ചപ്പാത്തി മാവ് ഞങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് അതിനെ കുഴയ്ക്കുക, അതുപോലെ തന്നെ നമുക്ക് ഇതിനും കുഴച്ച് എടുത്ത് വെക്കണം. മതിയായില്ലേ ബാബ? സൈഡിൽ ഞങ്ങൾ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെന്താക്കി കുഴച്ച് വെച്ചതെന്നെല്ലാം കുറച്ച് ഉണ്ടയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പരത്തുകയെന്ന് നോക്കാം. ഇനി നമുക്കൊരു സൈഡിൽ ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് റൊട്ടി ഉണ്ടാക്കാനുള്ള കല്ല് വെച്ച് കൊടുക്കാം. ഇത് ചൂടാവട്ടെ. അപ്പം നമുക്ക് ഇനിയൊരു സൈഡിൽ നമുക്കതിനെ പരത്തി കൊടുക്കാം. ഇപ്പം നിങ്ങൾ കയ്യിലെ ഒന്ന് പരത്തി കൊടുത്തതാണ്. ഇപ്പം ഞങ്ങളുടെ പരത്തി കഴിഞ്ഞു. അപ്പം ഞാൻ നല്ലത് പരത്തി കൊടുത്തിരിക്കാം. ഇപ്പം ഞാൻ ഈ സൈഡിൽ സവാളയും പിന്നെ പച്ചമുളകും ഞാനിവിടെ കറിവേപ്പിലയും പച്ചമുളകും പിന്നെ സവാളയും കൂടി നന്നാക്കി മിക്സാക്കി കുറച്ചും കൂടി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ആഡ് ആക്കാം. ഞാനിത് ഇങ്ങനെ എല്ലാം സൈഡിലും കുറച്ച് ഇട്ടിട്ട് നന്നായിട്ടുണ്ടാവും ടേസ്റ്റ്. കുറച്ച് കൂടുതലും ഞാനൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ? ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് സമമായിട്ട് എല്ലാവരും ലെവലിൽ വരണം.
അരിച്ചെടുത്തിട്ട് മാറ്റാം. ഫൈനലി നമ്മളുടെ ഒരു ഹെൽത്തി റാഗി റൊട്ടി ഇവിടെ പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇത് നമുക്ക് തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ കാന്താരി ചമ്മന്തിൻ്റെ കൂടെ